ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പന്തക്കുസ്ത ദിനം മുതൽ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. സെനക്കിൾ പ്രയർ. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒന്നുചേരുന്നു. ശ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മർക്കോസിൻ്റെ മാളികയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ ദിനങ്ങളെ അനുസ്മരിപ്പിക്കുമാറും ഈ കൊറോണ രോഗബാധയുടെ നാളുകളിൽ ലോക്ക്ഡൗണിൻ്റെ ഒറ്റപ്പെടലിൽ ഭവനത്തിലായിരുന്നു കൊണ്ട് നമ്മളും പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുന്ന വിശുദ്ധ നിമിഷങ്ങളാണിവ. രോഗബാധയിൽ നിന്നും ലോകത്തെയും സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ കരുണയാൽ രക്ഷിക്കപ്പെടുന്നതിന് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടുംബങ്ങൾ. ഫാമിലി അപ്പോസ്തലേറ്റ് ആരംഭിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ നമുക്കും പങ്കുചേരാം. നമ്മുടെ കർത്താവിൻ്റെ വലിയ കാരുണ്യമായ വിശുദ്ധ കുർബാനയെ നാം അനുസ്മരിച്ച ദിവസം പിന്നിട്ട് ഇനിയും കർത്താവിൻ്റെ ദിവ്യ കാരുണ്യത്തിൻ്റെ മനുഷ്യമക്കളോടുള്ള വലിയ കരുണയാൽ കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ 2 വിശുദ്ധ ദിനങ്ങളുടെ മധ്യത്തിലെ ഈ ഞായറാഴ്ച ദിവസം നമുക്ക് അതിരൂപതയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെയും കാരുണ്യത്തിൻ്റെയും അനുസ്മരണ ദിനങ്ങളായ ഈ ദിനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. പ്രത്യേകമായി നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന വചനം നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച പെസഹായുടെ വിവരണമാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ്റെ സുവിശേഷത്തിലൂടെ കടന്ന് പ്രാർത്ഥനാപൂർവം നമുക്ക് ദിവ്യകാരുണ്യത്തെ ധ്യാനിക്കാം. ഒപ്പം ഇന്നും ലോകം മുഴുവനും വേണ്ടി ഒഴുകുന്ന വിശുദ്ധ കുർബാനയാകുന്ന ജലത്തെയും രക്തത്തെയും നമുക്ക് ആരാധിക്കുകയും ധ്യാനിക്കുകയും ഈ വിശുദ്ധ കുർബാനയോട് നമ്മളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവപുത്രാ നിത്യാരാധന, യേശുനാഥാ നിത്യാരാധന. ദൈവപുത്രാ നിത്യാരാധന, യേശുനാഥാ നിത്യാരാധന. തിരുസന്നിധിയിൽ ഇന്നു കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ അവനാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന
പരിശുദ്ധ പരമദിവ്യ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ലോകാവസാനത്തോളം മനുഷ്യ മക്കളുടെ കൂടെ ആയിരിക്കുവാൻ പെസഹായുടെ വേളയിൽ അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അങ്ങയുടെ രണ്ടാമത്തെ ആഗമനം വരെ ഈ പരിശുദ്ധ ബലിപീഠത്തിൽ അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങൾ തുടരുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയിൽ പൗരോഹിത്യത്തെ സ്ഥാപിച്ചു. കർത്താവേ, ലോകമെമ്പാടും രോഗബാധയുടെ ഭീതിയിൽ ഭവനങ്ങളിൽ ആകുലതകളിലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലുമായിരിക്കുന്ന ഈ സമയത്ത് ദിവ്യകാരുണ്യേശുവേ, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കാരുണ്യമാണ്. ഈ ലോകം മുഴുവനോടും അളവറ്റ കാരുണ്യത്തോടുകൂടി അങ്ങ് നിത്യം ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ശിഷ്യന്മാരോടൊപ്പം അങ്ങ് പ്രാർത്ഥിച്ച മഹത്തായ ഹല്ലേൽ സ്തോത്രഗീതം ഞങ്ങളും ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥനാപൂർവം ഏറ്റുചൊല്ലുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കുവാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
രാത്രിയെ ഭരിക്കുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ താഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്തുതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവിടുന്ന് ഒലൂമലയിലേക്ക് പോയി. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഹൃദയവതകളുടെ എല്ലാ ആത്മനൊമ്പരങ്ങളിലും നമ്മളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ വലിയ കാരുണ്യത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങൾ ഈ സമയം ആയിരിക്കട്ടെ. ഭക്തിപൂർവം ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം.
ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം ലോകാവസാനത്തോളം നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഈ നിമിഷം, ഈ സമയം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. പാദം കഴുകുന്ന സ്നേഹം, പാപം പൊറുക്കുന്ന സ്നേഹം, പാദം കഴുകുന്ന സ്നേഹം, പാപം പൊറുക്കുന്ന സ്നേഹം, ജീവൻ പകരുന്ന സ്നേഹം, സ്വയം ശൂന്യമാകുന്ന സ്നേഹം, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഈശോയെ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഈശോയുടെ സ്നേഹത്തെ നമുക്ക് കാണാം. പത്രോസിനെ പോലെ നമ്മുടെ പാദാന്തികത്തിലിരുന്ന് പാദം കഴുകുന്ന ഈശോയെ നമുക്ക് നോക്കാം. എത്ര വലിയ സ്നേഹമാണ് ഈശോ നമ്മോട് കാണിക്കുന്നത്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ കർത്താവ് ഇന്നും നമ്മുടെ പാദങ്ങൾ കഴുകുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കഴുകുന്ന, എൻ്റെ രോഗങ്ങളെ കഴുകുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ കഴുകുന്നു, ശുദ്ധീകരിക്കുന്ന ദൈവത്തെ. എത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, കുർബാനയായ ഈശോയെ, കുരിശോളമെത്തുന്ന സ്നേഹം, എനിക്ക് വേണ്ടി മരിച്ച ഈശോയെ, ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ശരീരവും രക്തവും എനിക്ക് നൽകുന്ന ഈശോയെ, ചുടുചോര ചിന്തുന്ന സ്നേഹം, എൻ്റെ രക്ഷകനായ ഈശോയെ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഈശോയെ, ഞാൻ അങ്ങേ കാണുന്നു. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഈ വിശുദ്ധ കുർബാനയിൽ അങ്ങേ ഞാൻ കാണുന്നു ഈശോയെ. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ, ഈശോയെ, വന്നു വാണിടുമോ ഈശോയെ, എന്നിൽ വന്ന് നിറയണമേ. ഈ തിരുവോസ്തിയിൽ. സ്നേഹകൂദാശയാ വിശുദ്ധ കുർബാനയെ, തീർന്നൊരാ ദിവ്യ സ്നേഹം, എൻ്റെ സ്നേഹമായ ഈശോയെ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ആരാധന. നിത്യം ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഈശോയെ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിത്യപുരോഹിതനായ ഈശോയെ ആരാധന. ഞങ്ങളും ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളും ഒന്ന് ചേർന്ന് ഈശോയെ അങ്ങയുടെ ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ഈശോയെ ആരാധന ആരാധന. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് താൻ തികഞ്ഞ അന്ധകാരത്തിൽ വസിക്കുന്നുവെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തു. കർത്താവേ, സർവ്വലോകത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണഭൂതനായ അങ്ങ് വിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരുന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ഞങ്ങളെ തന്നെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പോലും സാധിക്കാത്ത ഞങ്ങളുടെ ഈ ജീവിതാവസ്ഥയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറെ ഹൃദയവേദനയോടെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ദിവ്യ കാരുണ്യത്തെ ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അതെ, ലോകാവസാനത്തോളം നീ ഞങ്ങളെ സ്നേഹിച്ചു. ശിഷ്യന്മാരെ പോലെ ഞങ്ങളും നിന്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. അവൻ സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു. പക്ഷേ ഈശോയെ, പലപ്പോഴും സ്വകീയരാൽ തിരസ്കൃതനാണ് നീ. പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും പ്രകാശത്തേക്കാൾ അധികമായി ഞങ്ങൾ അന്ധകാരത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദിവ്യപ്രകാശമായ അങ്ങേ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയി. ദിവ്യകാരുണ്യേശുവേ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ അങ്ങയോടൊപ്പം ഈ ആരാധനയുടെ നിമിഷത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, അങ്ങാണ് പ്രകാശം, അങ്ങാണ് ജീവൻ, അങ്ങാണ് ദിവ്യ ഔഷധം, അങ്ങാണ് രക്ഷ, അങ്ങാണ് രോഗസൗഖ്യം. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പത്രോസിനെ പോലെ അനുതാപമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ പറയുന്നു, കർത്താവേ, നീ ഞങ്ങളുടെ പാദങ്ങൾ കഴുകാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. നീ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരു യോഗ്യതയുമില്ല. കഴിഞ്ഞ കാല നാളുകളിൽ എന്തുമാത്രം തെറ്റുകൾ, കുറവുകൾ, പോരായ്മകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമുണ്ടായി. നിൻ്റെ സ്നേഹത്തിന് അയോഗ്യതയുണ്ടാകത്തക്ക രീതിയിൽ എത്രയോ പാപങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു.
അയോഗ്യതയോടെ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കർത്താവായ ഈശോയെ, ഈ നാളുകളിൽ ഒരു കുർബാനയ്ക്ക് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. സമയമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഞങ്ങളുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ, ദേവാലയത്തിലെത്തിയിട്ടും മനസ്സുകൊണ്ട് ഇവിടെ സന്നിഹിതമാകാത്ത ഞങ്ങൾക്ക് ഇന്ന് ശരീരം കൊണ്ട് പോലും ഇവിടെ ആയിരിക്കുവാൻ സാധിക്കുന്നില്ല. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ തീർത്തും അയോഗ്യരാണ്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനോ യോഗ്യതയില്ലാത്ത ഞങ്ങൾ പത്രോസിനെ പോലെ അനുദപിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങളുടെ അയോഗ്യതയെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ അയോഗ്യതകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും ഈ ഏഴയെ തള്ളി ആവിയെ, എങ്കിലും ഈ ഏഴയെ തള്ളി പാവിയെ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ പാദങ്ങൾ കഴുകുന്ന ദൃശ്യം വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാം. എളിമയോടെ താലത്തിൽ വെള്ളമെടുത്ത് കച്ചാരയിൽ ചുറ്റി ഈശോ എൻ്റെ കാല് കഴുകുകയാണ്. ഈശോയെ, പത്രോസിനെ പോലെ ഞങ്ങൾക്കും ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ് നീ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുന്നത്. കാരണം അത്രമാത്രമാണ് ഞങ്ങളുടെ അയോഗ്യതകൾ.
പക്ഷെ നീ പാദം കഴുകുന്നതിലൂടെ നീ ഞങ്ങളോടുള്ള അതിരറ്റ സ്നേഹമാണ് പ്രദർശിപ്പിക്കുന്നത്. ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ ആവുന്ന വിധത്തിലെല്ലാം നീ ഞങ്ങളെ പ്രകടനങ്ങളിലൂടെ സ്നേഹം കാണിച്ചു തന്നു. അതിൻ്റെ പൂർണ്ണത ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ കിടന്നുകൊണ്ട് നീ കാണിച്ചു തന്നു. കർത്താവേ, നിന്റെ സ്നേഹം അതിരറ്റതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. രോഗബാധകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തകർച്ചകളിലൂടെയും ഒക്കെ ഞങ്ങൾ നീങ്ങുമ്പോഴും, വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോഴും ഞങ്ങൾ തിരിച്ചറിയുന്നു നീ ഞങ്ങളുടെ കൂടെയുണ്ട്. 46-ാം സങ്കീർത്തനം, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടേണ്ടതില്ല. ജലം പതഞ്ഞുയർന്നാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്നും ഒരു ഉറവയിൽ നിന്നും അതുപോലെ പ്രസാദപരം മനുഷ്യമക്കളിലേക്ക് പ്രവഹിക്കുന്നുവെന്ന് സഭാപ്രബോധനങ്ങളിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, വചനത്തിൽ നീ തുടർന്ന് പറയുന്നു, ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ കോപിഷ്ഠരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉരുകിപ്പോയി. കർത്താവായ ഈശോയെ, രോഗബാധയുടെ ഭീതിയിൽ ലോകം മുഴുവനായിരിക്കുമ്പോൾ, രാജ്യങ്ങളും ഭരണാധികാരികളും അസ്വസ്ഥരാകുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നുവെന്ന് കാണുവിൻ. ഈശോയെ, ഞങ്ങളുടെ വഴിത്താരകൾ ഇന്ന് ശൂന്യമാണ്. ഞങ്ങളുടെ നഗരങ്ങളും ഗ്രാമങ്ങളും ശൂന്യമാണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇടങ്ങളെല്ലാം ഇന്ന് ശൂന്യവും വിജനവുമാണ്. വചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തെയും ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ പാടി ആരാധിക്കാം.
നിൻ സ്നേഹമേ. മൂന്നുരു നിന്നെ മറന്നുപോയ ശിമയോനെ തിരിഞ്ഞൊന്നു നോക്കി. മൂന്നുരു നിന്നെ മറന്നുപോയ ശിമയോനെ തിരിഞ്ഞൊന്നു നോക്കി. 300 പ്രാവശ്യം നിന്നെ മറന്നാലും നിൻ സ്നേഹം തിരിഞ്ഞു നോക്കും. 300 പ്രാവശ്യം നിന്നെ മറന്നാലും നിൻ സ്നേഹം തിരിഞ്ഞു നോക്കും. ഈശോയേ, ഈ ലോകത്തിൽ ആരെന്നെ മറന്നാലും എന്നെ മറക്കാത്ത നിൻ സ്നേഹമേ. വഞ്ചന നിറയും ചുംബനമതിനാ യൂദാസു നിന്നെ കൈവിട്ടു. വഞ്ചന വിരിയും ചുംബനമതിനാ യൂദാസു നിന്നെ കൈവിട്ടു. ചെയ്തിയാൽ നിന്നെ ദ്രോഹിച്ച നേരങ്ങളോർത്തിത കേണിടുന്നു. ഞാൻ എൻ്റെ ചെയ്തിയാൽ നിന്നെ ദ്രോഹിച്ച നേരങ്ങളോർത്തിത കേണിടുന്നു. ഈശോയേ, ഈ ലോകത്തിൽ ആരെന്നെ മറന്നാലും എന്നെ മറക്കാത്ത നിൻ സ്നേഹമേ. എന്നെ മറക്കാത്ത നിൻ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ലോകമെമ്പാടുമുള്ള അവിടുത്തെ പരിശുദ്ധ സഭയെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. സഭയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള മാർപ്പാപ്പായുടെ ഹൃദയപൂർണമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടെ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. സഭയിലെ എല്ലാ മെത്രാന്മാരും വിവിധ ദേവാലയങ്ങളിൽ തനിച്ച് ബലിയർപ്പിക്കുന്ന എല്ലാ പുരോഹിതരും, സന്യാസ ഭവനങ്ങളിലും ആശ്രമങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ സമർപ്പിത സന്യസ്തരും, ഈ നാളുകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തീഷ്ണമതികളായ അൽമായ പ്രേക്ഷിതരെ, ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യക്ഷേമ പ്രവർത്തകരെയും കർത്താവെ സമർപ്പിക്കുന്നു. ആശങ്കകളിലും ഭീതിയുടെ നിഴലിലുമായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. സാമ്പത്തികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന സകല മനുഷ്യ മക്കളെയും, ഈ സമയം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനം മുഴുവനെയും കർത്താവെ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന
എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയുടെ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കണം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബത്തെയും, ആ കുടുംബത്തിലെ ഓരോ അംഗത്തെയും കർത്താവേ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ലോകം മുഴുവനോടും കരുണ കാണിക്കണമേ എന്ന് കർത്താവേ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാർപ്പാപ്പായോടും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ യൂസഫ് മെത്രാപ്പോലിത്തായോടും എല്ലാ വൈദികരോടും ചേർന്ന് ഈ സമയം ഈ ദൈവജനം ഒന്ന് ചേർന്ന് കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട്, ആരാധിക്കുമ്പോൾ വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്ന, രോഗസൗഖ്യം നൽകുന്ന നമ്മുടെ കർത്താവിനോട് അനുതാപമുള്ള ഹൃദയത്തോടു കൂടി ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ ആരാധന. സൗഖ്യം നൽകുന്ന കർത്താവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന. ദാവീദിന്റെ പുത്രൻ ഓശാന. വന്നവനും വരുവാനിരിക്കുന്നവരുമായ ദൈവമേ ഓശാന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സകല മാലാഖമാരോടും പ്രൊവ്യന്മാരോടും ശ്രാപ്യന്മാരോടും സകല വിശുദ്ധരോടും തിരുസഭ മുഴുവനോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ കരങ്ങളെ കർത്താവേ ഈ ഭൂമിയിലേക്ക് അങ്ങ് നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു, പാടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണേ. സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കുമ്പസാര കൂദാശ സ്വീകരിക്കുവാൻ സാധിക്കാതെ ഏറെ ഹൃദയവേദനയോടെ ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപങ്ങൾ പൊറുക്കുന്ന, കരുണ നൽകുന്ന നല്ല ദൈവമേ, മനുഷ്യമക്കളുടെ മുഴുവൻ പാപങ്ങളും കുരിശിലെ തൻ്റെ ബലിയിലൂടെ ഏറ്റെടുത്ത ദൈവമേ, ഇന്ന് ഈ സമയത്ത് അങ്ങയുടെ മുമ്പിൽ മുട്ടുമേലായിരിക്കുന്ന മുഴുവൻ മക്കളിലേക്കും കർത്താവേ അങ്ങയുടെ കരുണയും പാപമോചനവും നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നമുക്കൊന്നു ചേർന്ന് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായിട്ട് ഈ സമയം മനസ്സപിക്കും. ദിവ്യകാരുണ്യ യേശു നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ അനുതാപം കാണുന്ന നല്ല ദൈവത്തിന് മുമ്പിൽ അനുതാപമുള്ള ഹൃദയത്തോടെ ആത്മന എല്ലാ തെറ്റുകളെക്കുറിച്ചും ഏറ്റുപറഞ്ഞുകൊണ്ട് മനസ്സപിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ കാരുണ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി യാചിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. ഈശോയെ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, പാപം ക്ഷമിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. എന്നോട്, എൻ്റെ കുടുംബത്തോട്, പാപിയാണു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട്, പാപിയാണു ഞാൻ.
ഈശോയെ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും പാപങ്ങൾ മോചിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ചെയ്തു പോയ എല്ലാ പാപങ്ങളും, ഞങ്ങളുടെ യുവജനങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കടങ്ങളെയും പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ മനസ്സവിക്കുന്നു. എല്ലാ ആസക്തികളും, ബന്ധനങ്ങളും, ജടികാസക്തി, മദ്യപാനാസക്തി, ധനമോഹവും മറ്റെല്ലാ ആസക്തികളും, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് ഞങ്ങൾ മനസ്സവിക്കുന്നു. അവയെല്ലാം പാദം കഴുകുന്ന അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ അലിഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ യാചിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈശോയെ, ഞങ്ങളെ സൃഷ്ടിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലോകം കാണുവാൻ, അങ്ങയെ അറിയുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്തുന്നു. കാലത്തിൻ്റെ തികവിൽ ഈശോ മിശിഹായിലൂടെ മനുഷ്യനായി കടന്നു വന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവിനെ നൽകി സഭയിലൂടെ ഞങ്ങളെ വിശദീകരിക്കുന്നതിനെ ഓർത്ത്, മാതാപിതാക്കളിലൂടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച് തിരുസഭയിൽ അംഗമാകുവാൻ ഭാഗ്യം നൽകിയതിന്, നിത്യം ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വിശുദ്ധ കുർബാന തന്നതിന്, ഈ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ കാലാകാലങ്ങളിൽ പുരോഹിതന്മാരെ തന്നതിന്, കൂദാശകളിലൂടെ, മാമോദീസായിലൂടെ, സൈര്യലേപനത്തിലൂടെ, കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ ഞങ്ങളെ പവിത്രീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന
അങ്ങേക്കാരാധന. ആരാധന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ആരാധന കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആരാധിച്ചു നമ്മുടെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും കർത്താവ് തൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആരാധനയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ, ഈ 1 മണിക്കൂർ സമയം നിൻ്റെ കൂടെ ആയിരിക്കുക ഞങ്ങളെ അനുവദിച്ചുവല്ലോ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഇനിയുള്ള നാളുകൾ മുഴുവൻ ഈ ദിവ്യകാരുണ്യത്തോടു കൂടെ ജീവിക്കുക, ഈ വിശുദ്ധ കുർബാനയോടുകൂടെ ജീവിക്കുവാൻ. വിശുദ്ധ കുർബാനയില്ലാത്ത ഈ നാളുകൾ നിന്നെ കൂടുതൽ അറിയുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം, ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം, ദിവ്യകാരുണ്യ ഈശോയുടെ കാരുണ്യം, കൃപയും ശക്തിയും അവിടുത്തെ സമാധാനവും കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയണം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ.
നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ